ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് പറഞ്ഞ ഭയങ്കര സന്തോഷം. അതായത് എല്ലാവരുടെയും മുഖം കാണുന്നുണ്ട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോന്ന് അറിയുന്നുണ്ട്, അതൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കുറെ സ്പെല്ലിങ്ങിനോട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവുക. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരെയാണ്. കാരണം ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഇപ്പൊ മക്കളെ സ്കൂളിൽ അയക്കുന്ന തിരക്കുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലെ പല പല കാര്യങ്ങൾ. ഇനി ജെൻസ് ആണെങ്കിൽ അറിയാം, എല്ലാവർക്കും അവരുടേതായ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഗ്രേറ്റ് പവർഫുൾ ലീഡേഴ്സിനെയും ഞാനും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പേര് വളരെ മനോഹരമായിട്ട് തന്നെ സൂചിപ്പിച്ചു, വർഷ സുധാകരൻ എന്നാണ്. സ്ഥലം കണ്ണൂരാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ്. തികച്ചും യാദൃശികമായിട്ട് ഒരു താല്പര്യം ഇല്ലാണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കോളേജ് പഠിക്കുമ്പോഴേ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ കറങ്ങാനും അങ്ങനെ അവരവരുടേതായ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുമ്പം നമുക്കും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടെങ്കിൽ ഡെയിലി വീട്ടിൽ ചോദിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കുറച്ച് എന്താ പറയാ എന്തെങ്കിലും ഒരു 10-20 രൂപ ഉണ്ടാക്കാന്നുള്ള മട്ടില് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതും ഈ ഒരു ഇൻഡസ്ട്രി തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഞാൻ കുറച്ചു കാലം ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ഒക്കെ ചെയ്തു. അതായത് 18 വയസ്സുള്ള സമയത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡ്രസ്സ് 18 വയസ്സായില്ല, 17 വയസ്സുള്ള സമയത്ത് ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ഒക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ആഴ്ചയിൽ എല്ലാവരും ഓക്കെ, ചെറിയ കുട്ടിയല്ലേ പറഞ്ഞ പോലെ ചെറുതല്ലേ എന്നുള്ള മട്ടിൽ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. വാങ്ങിച്ചോളാം, ഓടുന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതും പോയി. പിന്നെ നെക്സ്റ്റ് ആയിരുന്നു എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു നെയ്ബർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ആളോട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ചോദിച്ചു, ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് എനിക്കും കൂടി പറഞ്ഞു തരുമോന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് ചോദിച്ചു പോയിട്ട് മനസ്സിലാക്കിയ ഒരു അവസരത്തിലാണ് ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ചോദിച്ചപ്പോഴും ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയോ അല്ലെങ്കിൽ ചെയ്താൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കേട്ട സമയത്ത് പറഞ്ഞ് ഇൻകം പ്ലാനൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു ഒരാഴ്ച 1200 കിട്ടും, 2400 കിട്ടും, 10,000 കിട്ടും. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വരുമാനങ്ങളാണ്. അത് പറഞ്ഞു 1,20,000-ലേക്കും 2,10,000-ലേക്കും ഒക്കെ എത്തുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു, ഞാനില്ല കേട്ടോ, നിങ്ങൾ ചെയ്തോ. അതായത് നമ്മൾ വന്നത് എന്തിനാ, 100 രൂപക്കും 200 രൂപക്കും ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 100 രൂപയൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന നമ്മളുടെ അടുത്താണ് ഇവർ വരുന്നത്. ആഴ്ചയിൽ 2,10,000 ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പൊ ഉള്ളിൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതേ റിയാക്ഷൻ ആയിരുന്നു എനിക്കും ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തോ, ഞാനില്ല, ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാന്നുള്ള മട്ടിൽ ഞാൻ ആ മേഖല വിട്ടു കളഞ്ഞു. പക്ഷെ നേരെ മറിച്ച് നിരന്തരമായിട്ടുള്ള ലീഡേഴ്സിന്റെ ഫോളോ അപ്പ്, അതായത് കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റന്റ് ഫോളോ അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം പോലും വിടാതെ ഞാൻ അവരോട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറയും, ഞാനില്ല കേട്ടോ, എന്നെ വിട്ടേക്ക്. അതാണ് ഞാൻ അവർ കയറുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഇതിന് നിൽക്കൂല, നിങ്ങൾ സംസാരിച്ചോ, അത് വേണമെങ്കിൽ ഞാൻ കേൾക്കാം, പക്ഷെ ഞാനിതിന് നിൽക്കൂല. അപ്പൊ പിന്നെയും ദിവസം ദിവസം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ പ്രോഗ്രാമുകളിലേക്ക് നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് ചെയ്യില്ല, പിന്നെ ഞാൻ വരേണ്ട ആവശ്യം എന്താന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. പക്ഷെ ആ സമയത്ത് വന്നൊരു ലീഡറായിരുന്നു ഇന്ന് റോയൽ ബറ്റാലിയന്റെ RTC ലീഡർ സാജിദ് സാർ. അപ്പൊ ആള് വന്ന സമയത്ത് ആള് കുറച്ച് സമയം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഈ ബിസിനസിന്റെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ ഉള്ള ഒരു ലൈഫിന്റെ റൂട്ടും എന്തുകൊണ്ട് ഈ ബിസിനസ് നമ്മളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാൻ ആ ഒരു ആളുടെ ഫോളോ അപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നോക്കാം, ഞാനൊരു പ്രോഗ്രാമിന് വന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന കമ്പനിയുടെ യങ്ങസ്റ്റ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ നമ്മുടെ മുഹമ്മദ് സിനാൻ സാറിന്റെ ഒരു FSSൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാകുന്നത്. അതായത് ആ ഒരു FSS കേട്ട സമയത്ത് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനങ്ങളോ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ഫ്യൂച്ചറോ അതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്.
അതായത് ഒരു ബൈക്ക് എടുക്കുന്നു, ഒരു കാറ് വാങ്ങുന്നു. അത് ചെറിയ 25-26 വയസ്സ്, ആ സമയത്ത് എനിക്കൊന്ന് 24-25 വയസ്സുള്ള ഒരാള് ഈ ബിസിനസ്സിലൂടെ 2-3 വർഷം കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ക്വാർട്ടറിലെ വരുമാനം മാത്രം 3-4 ലക്ഷം രൂപ വാങ്ങുന്നു. കൊറോണയുടെ സമയത്ത് പോലും കണ്ടിന്യൂസ് ഇൻകം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഇതെന്തോ സംഭവം, അതായത് സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത്, വേറെ അവർ വായുകൊണ്ട് പറയുന്നതല്ല, വിത്ത് പ്രൂഫാണ് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പൊ അത് കണ്ട സമയത്ത് ഞാൻ ഒരിക്കൽ ചിന്തിച്ചു ഇതൊക്കെ ഉള്ളതായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം എൻ്റെ ഇവിടെ നിയർ ബൈ ഏരിയ ആണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. അപ്പൊ മട്ടന്നൂരുള്ള ഒരാളാണ് ആളി ബിസിനസ്സിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പൊ ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് പ്രോഡക്റ്റ് എടുക്കാനുള്ള പൈസ വേണമല്ലോ. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ടാസ്ക്. അതായത് എൻ്റെ പാരൻസ് എന്തായാലും ഇതിന് സമ്മതിക്കില്ല. അപ്പൊ ഞാൻ സ്വന്തം റിസ്കിൽ എവിടെന്നെങ്കിലും ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതൊരിക്കലും എന്നെ കൊണ്ട് നടക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ ബ്രദർ എനിക്കൊരു 3000 രൂപ തന്ന്. ആ 3000 രൂപക്കാണ് ഞാൻ ശരിക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 3000 രൂപക്ക്. ആ 3000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്തു. ഞാൻ സെൽഫ് യൂസിന് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് എടുത്തത്. പക്ഷെ ആ 3000 രൂപ തിരിച്ചു കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ സെൽഫ് യൂസ് ചെയ്തിട്ടില്ല. കാരണം സെൽഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്യില്ല. കാരണം അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, വിറ്റു. ആ വിറ്റ പ്രോഫിറ്റ് ഏകദേശം ഒരു 2000 രൂപക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ആ 2000 രൂപക്ക് ഞാൻ വീണ്ടും പ്രോഡക്റ്റ് എടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് ഐഡി ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ബിസിനസ് ഐഡി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷമാണ് കോളേജിലൊക്കെ ആക്റ്റീവായിട്ട് പോകാനൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്യുന്ന ബിസിനസ് കോളേജിൽ എല്ലാവരും എന്നെക്കാട്ടും മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് എന്നെ എലമെന്റ്സ് എന്ന് വിളിക്കുന്നുണ്ടാവും, ഒരു ഭാഗത്തു നിന്ന് എന്നെ ഓൺ ആൻഡ് ഓൺ എന്ന് വിളിക്കുന്നുണ്ടാവും, ഒരു ഭാഗത്തു നിന്ന് പല പേരുകളും വിളിച്ച് കളിയാക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ, എല്ലാവരും ഒറ്റയടിക്ക് നമ്മളെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലീഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിക്ക് എന്നെ കൊണ്ടുപോയി, ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കാനാണെങ്കിൽ നിങ്ങൾ എന്നെ ഇതിന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാജി സാർ എന്നോട് ചോദിച്ചു, കളിയാക്കലൊക്കെ കിട്ടി തുടങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പിന്നെ ഇതൊക്കെ അറിയെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ ഇതിലേക്ക് കുടിച്ചു കൊണ്ടുവന്നേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഈ പറയുന്ന ആൾക്കാരൊന്നും നാളെ നിനക്കൊരാവശ്യം വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ സൈക്കോളജി എല്ലാം വിട്, നിങ്ങൾ കാര്യം പറ, ഇതിങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, കളിയാക്കുന്ന ആൾക്കാരും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും, പക്ഷെ നാളെ നീ സക്സസ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഒരാളെ പോലും കാണാൻ പറ്റില്ല. അപ്പൊ അത് കേട്ട സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഓക്കെ എന്നാ പിന്നെ കുഴപ്പമില്ല, കളിയാക്കിക്കോട്ടെ എന്നുള്ള മട്ടിൽ നിന്നു. പക്ഷെ എന്നാലും ആദ്യത്തെ ആ ഒരു എനർജിയോ എക്സൈറ്റ്മെന്റോ ഒന്നും ഈ ബിസിനസ്സിനോട് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും കളിയാക്കലല്ലേ. അപ്പൊ ആ ഒരു സംഭവമൊക്കെ പോയ സമയത്താണ് ഞാൻ ഒരു RTP അറ്റൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന കമ്പനിയുടെ GTC റാങ്കിൽ വർക്ക് ചെയ്യുന്ന MS പ്രസാദ് സാറിന്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ എനിക്ക് കൺക്ലൂഡിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ബിസിനസ് നിർത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് RTPയിലേക്ക് പോകുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും. അതായത് ഞാൻ RTPക്ക് പോകുമ്പോൾ പറഞ്ഞത് ഒരു ട്രിപ്പ് അത്രേ ഉള്ളൂ. അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ. എന്നോട് പറഞ്ഞ എത്ര ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാം, എനിക്ക് എൻജോയ് ചെയ്യാം ഒരുപാട്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ വേറെ എന്തൊക്കെയല്ലേ, പിന്നെ കുറച്ച് സെഷൻ ഉണ്ട്, അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാലോ. അപ്പൊ അത്രയും സിമ്പിൾ ആക്കിയിട്ട് RTPനെ മാറ്റിയ സമയത്ത് ഓക്കെ എന്നാൽ ഒരു RTPക്കൊക്കെ പോകും. കാരണം ഞാൻ പറയുന്നത് ലീഡേഴ്സ് ഓരോ ആൾക്കാരെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഓരോ കാറ്റഗറി ആൾക്കാരെയും അവർക്കനുസരിച്ച് കൈകാര്യം ചെയ്യുന്നത് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് ഞാൻ ആ ഒരു RTP അറ്റൻഡ് ചെയ്ത സമയത്ത് RTPക്ക് ശേഷം ഞാൻ പറഞ്ഞു, സാറേ അപ്പൊ ഞാൻ ഇത്ര കാലം ചെയ്തതൊക്കെ പൊട്ടത്തരല്ലേ എന്ന് പറഞ്ഞു. കാരണം ഒറ്റക്കാരോടും ബിസിനസ് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒറ്റക്ക് സംസാരിച്ചുകൂടെ, ഇത് അത്ര വലിയ സംഭവമാണോ? ഞാൻ എല്ലാവരോടും പോയി ഒറ്റക്ക് സംസാരിച്ചു. പിന്നെ ഒരാൾ എന്നെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല, ഒരാൾ ഞാൻ അയച്ച മെസ്സേജിന് റീപ്ലൈ ഇല്ല, ഒരാൾ എന്റെ സ്റ്റാറ്റസ് നോക്കുന്നില്ല, ഇങ്ങനെ പല 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 സംഭവങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതെന്താ ദൈവം ഇങ്ങനത്തെ പരിപാടിയിലാണ് ഇവരൊക്കെ എന്നെ കൊണ്ടിട്ട്. കാരണം എന്താ, ഒരു ബിസിനസ് തുടങ്ങുമ്പോഴേക്ക് ആരും മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ പിന്നെ പിന്നെ ഞാൻ ആ ഒരു RTP ഒക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ആ ഒരു പവറിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു. പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയല്ലോ. അതായത് MS പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി എവിടുന്ന് വന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്നൊരു വ്യക്തി, കുഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ കുഗ്രാമൊക്കെ എത്രയോ ബെറ്റർ ആയിരിക്കും.
അതിലും കഷ്ടമുള്ള ഒരു സാധ്യതയിൽ വന്നൊരു വ്യക്തി ഇന്ന് ഞാൻ പറയാ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയാ, അത്രയും ഹാർഡ് വർക്കിംഗ്, എന്തൊക്കെ പറഞ്ഞ് പ്രസാദ് സാറിനെ വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ശരിക്കും ആസ് എ പേഴ്സൺ ആണെങ്കിലും ഒരു ലീഡർ ആണെങ്കിലും ഒരു എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിനെ ഞാൻ കണ്ടു. കണ്ട സമയത്ത് ഞാൻ എന്തായാലും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാന്ന് തീരുമാനിച്ചു. ആൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ആ ഒരു RTPക്ക് പോകുന്ന സമയത്ത് ഞാൻ 10,000 ബിസിനസ് വോളിയം മാത്രമേ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 10,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തെടുക്കിയെന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ശക്തമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. ഒരു വർഷം കൊണ്ട് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ 25 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്തത് വെറും 11.5 മാസം കൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, എടുക്കുന്ന ഡിസിഷനിലാണ് കാര്യം. പിന്നെ ഡിസിഷൻ എടുക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇത് കേൾക്കുമ്പോഴോ നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, ഞാൻ മാറും, ഞാൻ നാളെ തൊട്ട് സെറ്റ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ആ എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക്. അത് അത്ര സിമ്പിൾ അല്ലായിരുന്നു. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും എന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, എന്നെക്കാട്ടും ഏജ്ഡ് ആയിട്ടുള്ള, എന്റെ ടീമിൽ ഏറ്റവും ചെറിയ ആള് ഞാനാണെങ്കിൽ ആ ടീമിന്റെ ലീഡറും. ഒന്നവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പ്രായം കൂടിയ, അതായത് എന്റെ ടീമിൽ 60 വയസ്സുള്ള ആൾക്കാർ വരെയുണ്ട്. ഇവരോട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതേ, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയുമ്പോൾ അവർ പറയും, മോളെ എനിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ആ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എന്നെ പരിഗണിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ലീഡേഴ്സിനോട് പോയിട്ട് പറയും, ഞാൻ പറയുന്നതൊന്നും ഇവിടെ നടക്കൂല കേട്ടോ, അവർ പറയുന്നത് പോലെ ഞാനിപ്പോ പോന്നെ. അപ്പോഴൊക്കെ എന്നോട് പറയും, നീ ഒരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കണം. പക്ഷെ ഞാൻ തുടക്ക സമയത്തെ റോയൽ ബറ്റാലിയനിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പോലും അറിയാണ്ടാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പൊതുവെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അതായത് ചില ആൾക്കാരുണ്ടാവില്ലേ അറ്റൻഷൻ ആയിരുന്നു പ്രോഗ്രാം ഒക്കെ കേൾക്കുന്നത്. ഞാനിപ്പം എന്താണ്, ഇപ്പൊ മുബീൻ സാറ് വന്ന് പ്രോഗ്രാം എടുക്കുന്ന സമയത്തും എന്തെങ്കിലും പറയുന്ന സമയത്തും ഞാൻ തുള്ളിച്ചാടി ഉത്തരം പറയും. ഞാൻ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്ന, റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ. അതായത് നമുക്ക് ഫാസിൽ സാറിനൊക്കെ അറിയെങ്കിൽ, നമ്മളൊക്കെ ഫാസിൽ സാറിന്റെ ടീം ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അങ്ങനെ അയ്യോ അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു മട്ടൊന്നുമില്ല. നമുക്ക് എന്താണ് തോന്നുന്നത് നമ്മളങ്ങ് പറയുന്നുള്ളത്. അതായത് പ്രോഗ്രാമിനാണെങ്കിൽ ഒക്കെ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുക, ഫാസിൽ സാർ എപ്പോഴും പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്തു, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരാഴ്ചയിൽ 50,000 രൂപയൊക്കെ എനിക്ക് വരുമാനം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അതും റോയൽ ബറ്റാലിയനിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡി അന്ന് ആഴ്ച വരുമാനം 50,000 ഒക്കെ വാങ്ങുന്നത്. അതായത് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു വരുമാനമൊക്കെ വാങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാല് ഭയങ്കര റെക്കഗ്നീഷനും കാര്യങ്ങളും, ഒരുപാട് ലീഡേഴ്സ് വിളിക്കുന്നു, സംസാരിക്കുന്നു. അതായത് ഭയങ്കര ഒരു ബ്രാൻഡ്, 18-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി ബിസിനസ്സിലൂടെ 50,000 രൂപ വരുമാനം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബ്രാൻഡായിട്ട് മാറാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞപ്പോ പല ആൾക്കാരും ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറച്ചും കൂടി സീരിയസ് ആവണം എന്നുള്ളത് മനസ്സിലായപ്പോ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓരോ റാങ്കും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ റാങ്കും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത്, സാർ ജസ്റ്റ് ഞാനൊരു സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്യട്ടെ. കുറച്ച് സെക്കൻഡ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് തന്നെ എന്റെ കോളേജ് മുഴുവൻ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത്
അതായത് ബോർഡിലൊക്കെ ഞാൻ അറിയാലോ, ബോർഡിലൊക്കെ ഇങ്ങനെ പേരെഴുതി കളിയാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതും കോളേജ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു 3000 രൂപക്കാണ് ഞാൻ പ്രോഡക്റ്റ് എടുത്തിട്ട് ആ സമയത്ത് അസോസിയേറ്റ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് പിന്നെ 3000 രൂപക്ക് പ്രോഡക്റ്റ് എടുത്ത് സംഭവം ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടാവും. അതായത് ഇതാ എലമെന്റ്സ് വന്നിട്ടാ, ഓൺ ആൻഡ് ഓൺ വന്നിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ കളിയാക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് തീരുമാനിച്ചു, മതി ഇതൊന്നും ചെയ്യണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വിട്ട് കളയാൻ തീരുമാനിച്ചു. അതായത് എന്തായാലും ഇവരൊക്കെ എന്താ എന്നെ കളിയാക്കുന്നുണ്ട്, അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ഞാൻ ഈ കളിയാക്കൽ കേൾക്കുന്നേന്നുള്ള മട്ടില് ഞാൻ എന്ത് ചെയ്തു, ഈ ബിസിനസ് അങ്ങനെ ചെയ്യണ്ടെന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ FSS അറ്റൻഡ് ചെയ്യുന്നതും ബിസിനസ് ഒരു 10,000 രൂപക്ക് പ്രോഡക്റ്റ് ഒക്കെ റീപർച്ചേസ് ചെയ്ത് ബിസിനസ് ഒക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് പ്രോഡക്റ്റ് തീരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതായത് ഈ പ്രോഡക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് തീരുമോ, ഇത് ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ. പക്ഷെ ഈ പ്രോഡക്റ്റ് എടുത്തതിൻ്റെ ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ആദ്യത്തെ ഒരു ദിവസം തന്നെ ഓൾമോസ്റ്റ് 5400 രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ 5400 രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്ത സമയത്ത് എനിക്ക് എന്റെ ബിലീഫും കോൺഫിഡൻസും ഒക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പിന്നെയും രണ്ടാമത് റീപർച്ചേസ് ചെയ്തു. അങ്ങനെ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 30,000 രൂപക്ക് പിന്നെ റീപർച്ചേസ് ചെയ്തു. ആ ഒരു സമയത്ത് ഫസ്റ്റ്, അതായത് നമുക്കൊരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു കൂപ്പൺ ആയിരുന്നു. ആ കൂപ്പണിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണും സെക്കൻഡ് പ്രൈസ് ഒരു സൈക്കിള്, അങ്ങനത്തെ കുറച്ച് അച്ചീവ്മെന്റ്സ് ഒക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു കൂപ്പൺ എന്ത് ചെയ്തു, ഞാൻ എടുത്തു. ആ സമയത്ത് നമ്മുടെ ടീമിന്റെ തന്നെ മിനി കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞ റാങ്കിലൊക്കെ എത്തി. അപ്പൊ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൂപ്പണിന്റെ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് പ്രൈസ് മൊബൈൽ ഫോൺ നമ്മുടെ ഗ്രേറ്റ് ലീഡർ MS പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് പ്രൈസ് മൊബൈൽ ഫോൺ ഞാൻ അച്ചീവ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സൈക്കിളും എനിക്ക് തന്നെ കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതുവരെ നെഗറ്റീവ് ആയിരുന്ന ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ പോസിറ്റീവ് ആകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ 10,000 ബിസിനസ്സുകളെ മാച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ആദ്യമായിട്ടൊരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ പറയുന്നത് എന്റെ ലൈഫിലെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് എന്നാ. കാരണം ഇതിനുശേഷം ഞാൻ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ടീമിന്റെ പല പല റാങ്കുകൾ ക്രോസ് ചെയ്തു. അങ്ങനെ കമ്പനിയുടെ ഒഫീഷ്യൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. ആ ഒരു സമയത്താണ് ഒരുപാട് ഹോണറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു 6 മാസം കൊണ്ട് തന്നെ 6 മാസം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് കോൺടെസ്റ്റ് ഒക്കെ, ടീം ലെവലിൽ കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റ് കോൺടെസ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത്. അതൊന്നും സാധിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ പല പല ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആഴ്ച വരുമാനം 50,000ത്തിലേക്ക് എത്തി. കാരണം ടീമിലുള്ള പല ആൾക്കാരും കോൺടെസ്റ്റുകൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങി. പല ആൾക്കാരിലേക്കും ആഴ്ച വരുമാനങ്ങൾ കയറാൻ തുടങ്ങി. അങ്ങനെ ഞാനും ആഴ്ച വരുമാനം 50,000ത്തിലേക്ക് എത്തി. അവിടുന്നും പല പല വേദികളിൽ ഹോണറിങ്, അതായത് എല്ലാ വേദികളിലും ഹോണറിങ് കിട്ടുന്ന രീതിയിലേക്ക് എവിടെയൊക്കെയാണോ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ തിളങ്ങാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാല് ഇവിടെയൊക്കെ ആയിരുന്നു. എല്ലാ വേദിയിൽ നിന്നും നമ്മുടെ റോയൽ ബറ്റാലിയന്റെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഹോണറിങ്ങും കാര്യങ്ങളും കിട്ടാൻ തുടങ്ങി. അങ്ങനെ കമ്പനിയുടെ ATC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. അവിടുന്ന് നമ്മുടെ ടീമിന്റെ ഒരു കൺവെൻഷൻ, അത് ഗോവ താജില് ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിലൊക്കെ ഒരു കൺവെൻഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കൺവെൻഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം കമ്പനിയുടെ DTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ പറ്റി. DTC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മുബീൻ സാറിന്റെ ഇവോൾവ് പോലെയുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അതൊക്കെയെന്ന് പറയുന്നത് പഠിക്കുകയാണ്, ബിസിനസ് എന്താണെന്ന് പഠിക്കാനുള്ള ഓരോ അവസരങ്ങളായിട്ട് കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ ZTC എന്ന് പറഞ്ഞ റാങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. അതായത് പഠിച്ചത് കൊണ്ട് തന്നെ, ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ZTC റാങ്കിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെയാണ്, സ്വന്തമായിട്ട് ഒരു iPhone 13 Pro ഈ ബിസിനസ്സിലൂടെ മാത്രമുള്ള വരുമാനം കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റി.
കാരണം എനിക്ക് പുറമെ വേറെ ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനം ഏകദേശം 1,20,000 രൂപ വില വരുന്ന ഒരു ഫോണ് ഈ ബിസിനസ്സിലൂടെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് നമ്മള് പ്രസാദ് സാറിന്റെ ഒരു വീട് വിസിറ്റ് ചെയ്യാൻ പോയത്. അതായത് ഇവിടെ എല്ലാവർക്കും ഫേമസ് ആയിരിക്കും എന്ന് തോന്നുന്നു. പ്രസാദ് സാറിന്റെ വീട് എന്ന് പറയുന്നത്, പ്രസാദ് സാർ നമ്മളോട് പറയലുണ്ട്, എന്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ വളരെ സിമ്പിൾ ആണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറയുമ്പോൾ ഞാൻ വിചാരിക്കും പിന്നെ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടോ കേരളത്തിൽ. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, പ്രസാദ് സാർ എപ്പോഴും പറയുന്നതാ, നിങ്ങൾക്ക് പാന്റ് ഇടുന്ന ഒരാളെ പോലും അവിടെ കാണാൻ പറ്റില്ല. പോട്ടെ പാന്റ് പോയിട്ട് ഒരു നല്ല ഒരാളെ പോലും ആ നാട്ടിൽ കാണാൻ പറ്റില്ല. പാന്റൊക്കെ രണ്ടാമത്തത്. ഒരു നല്ല മുണ്ടെടുക്കുന്ന എല്ലാരും എന്താ പറയാ വാല് കീറിയ തോർത്തോ അല്ലെ അങ്ങനത്തെ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നു. വീടുകൾ എന്നെല്ലാം പറഞ്ഞാൽ ആ ഏരിയയിലുള്ള വീടുകളെല്ലാം മറ്റേ പായ വലിച്ചു കെട്ടിയ പോലത്തെ വീടുകൾ. ഞാൻ എന്നിട്ട് ഓപ്പൺ ആയിട്ട് ചോദിച്ചു, സാർ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഈ ബിസിനസ് തുടങ്ങാനുള്ള ധൈര്യം കാണിച്ച്. അപ്പൊ എന്നോട് പറയാ, എനിക്ക് വേറെ ഒന്നും ഉണ്ടായില്ല, മേലെ ആകാശം താഴെ ഭൂമി, ഇത് മാത്രമായിരുന്നു, ഇതിന്റെ നടുക്കായിരുന്നു ഞാൻ എന്ന് പറയും. ശരിക്കും ഈ ഒരു വീടൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്ന് ഒരാൾ വന്ന മാറ്റങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാരും കൂടി അവിടെ എന്താ പ്രസാദ് സാറിന്റെ കൂടെ ഒക്കെ നിന്ന് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഉഷാറായിട്ട് നമ്മളെല്ലാ ലീഡേഴ്സും ഇവിടെയൊക്കെ ഞാനുണ്ട്. നമ്മളെല്ലാരും ഒരുപാട് എന്താ പറയാ റിയലൈസേഷൻ നമുക്ക് ഈ ഒരു വീട് കണ്ടതിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നെക്സ്റ്റ് നമ്മുടെ റോയൽ ബറ്റാലിയന്റെ ഒരു RTP മാരിയറ്റിൽ വെച്ച് നടന്നത്. അതായത് റോയൽ ബറ്റാലിയൻ എപ്പോഴും എന്ത് വെറൈറ്റി കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പൊ ആ ഒരു ടീമിലേക്ക് എത്തിപ്പെട്ടപ്പം ഇവിടെ ലീഡ്സ് ടു റോയൽ ഡേ എന്ന് പറഞ്ഞിട്ട്, റോയൽ ബറ്റാലിയന്റെ ആനിവേഴ്സറിക്കാണ് നമ്മൾ റോയൽ ഡേ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോയൽ ഡേന്റെ ഭാഗമായിട്ട് ഒരു RTP കൊച്ചി മാരിയറ്റിൽ വെച്ച് നടന്നു. അതും ഒരു വലിയ 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട്. ആ സമയത്ത് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് ZTC റാങ്കിൽ നിന്ന് പെർഫോമൻസ് ബോണസ് എലിജിബിൾ ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തി. ഈ LRD, അതായത് നമ്മുടെ ലീഡ്സ് ടു റോയൽ ഡേ എന്ന് പറയുന്ന പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മുബീൻ സാറിനെ കണ്ടു. അതായത് മുബീൻ സാറിനെ ഇതിനു മുന്നേ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും മുബീൻ സാറുമായിട്ട് കുറേ സമയം സംസാരിക്കാൻ പറ്റി. അപ്പൊ സംസാരിക്കാൻ പറ്റിയപ്പോ എന്നോട് ആള് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വർഷം ഒരുപാട് ലക്കിയാണ്, കാരണം ചെറിയ പ്രായത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തി. ഞാൻ ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനോട് എന്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല. ഇത്രയും അഗ്രസീവ്, അതായത് ഇപ്പോഴും അമേരിക്കയിലാണ്, നമ്മളോട് ഇജാസ് സാറൊക്കെ പറയുന്നതാണ് ആൾ അമേരിക്കയിലാണ് ഉള്ളത്. പക്ഷെ ഇപ്പം ആള് സംസാരിക്കുന്നത് പ്രവീൺ സാറിനോട്, അമേരിക്കയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, അമേരിക്കയിൽ ബിസിനസ് ചെയ്യണം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഞാൻ സെറ്റാക്കി തരാന്നുള്ള രീതിയിൽ. അത്രയും ഞാൻ ശരിക്കും ചിന്തിക്കും, ഈ മനുഷ്യന് ഇപ്പൊ ഈ ബിസിനസ് ചെയ്യേണ്ട എന്താ ആവശ്യമാണുള്ളത്, ഒന്ന് എൻജോയ് ചെയ്തൂടെ. ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ മുബീൻ സാർ എനിക്ക് മാറ്റി തന്നു. അങ്ങനെ മാറ്റി തന്ന സമയത്ത് ഞാൻ മുബീൻ സാറിന് ഒരു വാക്ക് കൊടുത്തു. റോയൽ ബറ്റാലിയന്റെ പ്രോഗ്രാം ആണല്ലോ സാറെ, റോയൽ ബറ്റാലിയനിൽ ഒരുപാട് ജെൻസ് ഉണ്ട്, ഒരുപാട് ജെൻസ് സീലിംഗ് അച്ചീവേഴ്സ് ആണ്, അവർ കാർ എടുക്കുന്നുണ്ട്, അവർ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോയാൽ തന്നെ റോയൽ ബറ്റാലിയന്റെ ജെൻസിനാണ് ഭയങ്കര വാല്യൂ. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു റോയൽ ബറ്റാലിയന്റെ മുൻനിരയിൽ എത്തണം എന്നുള്ളത് വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുബീൻ സാറിന് കൊടുത്തൊരു വാക്കായിരുന്നു, ഇമ്മീഡിയറ്റ്ലി ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലെത്തി. അതായത് ചെറിയ സമയം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ചെറിയ സമയം കൊണ്ട്, അതും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് എനിക്ക് മാറാൻ പറ്റി. അവിടുന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ട് കമ്പനിയുടെ യങ്ങസ്റ്റ് സീലിംഗ് അച്ചീവർ ആയിട്ട് ആഴ്ച വരുമാനം 2,10,000 എന്റെ എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ എത്തിച്ചു കൊടുക്കാൻ പറ്റി. ഇതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റോയൽ ബറ്റാലിയന്റെ സീലിംഗ് അച്ചീവേഴ്സ് ആണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ നടുക്ക് തന്നെ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഫുള്ള് ഏകദേശം ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ പോസ്റ്റർ കുറച്ച് പഴയതാണ്. ഇപ്പൊ 26 പേര് നമ്മൾ സീലിംഗ് അച്ചീവേഴ്സ് വന്നു. ഞാനായിരുന്നു 23ാമത്തെ സീലിംഗ് അച്ചീവർ. അതായത് ഇപ്പൊ അതിനുശേഷം 3 സീലിംഗ് അച്ചീവേഴ്സ് പിന്നെയും വന്നു. അപ്പൊ ഈ ഒരു സീലിംഗ് അച്ചീവേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ലേഡി സീലിംഗ് അച്ചീവർ ആയിട്ട് എനിക്ക് മാറാൻ പറ്റി. അങ്ങനെ റോയൽ ബറ്റാലിയന്റെ പല വേദികളിലും ഇവിടെ നോക്കിയാൽ മതി, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു
ഈ മുൻനിരയിൽ എത്തണം എന്നുള്ളത് റോയൽ ബറ്റാലിയന്റെ STC, RTC ആൻഡ് അബോവ് ലീഡേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ RTC ആൻഡ് അബോവ് ലീഡേഴ്സ് ആണ്. അവരുടെ കൂടെ ഇതുപോലെ ഒരു വേദിയിൽ ഒരു വലിയ അംഗീകാരം എനിക്ക് കിട്ടി. പല പല വേദികളിൽ റോയൽ ബറ്റാലിയന്റെ ആ ഒരു എന്താ പറയാ കോറിലേക്കൊക്കെ എത്താൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് ബിസിനസ് ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് ഒരു 4 വീലർ ആണ്. അതെന്തായാലും ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ട പ്ലാനിങ്. നമുക്ക് ഡിസംബർ 29 റോയൽ ബറ്റാലിയന്റെ റോയൽ ഡേ സീസൺ 6 വരുന്നുണ്ട്. 6th ഇയർ ആനിവേഴ്സറിയിലേക്ക് ഈ ഒരു വണ്ടി അച്ചീവ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഈ ബിസിനസ് എന്താണെന്നോ അല്ലെ ഈ ബിസിനസ്സിലൂടെ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നോ ഒന്നും അറിയാണ്ട് വന്നൊരു വ്യക്തിയാണ്. ഒന്നും അറിയാണ്ട് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്താണോ സിസ്റ്റം പറയുന്നത് അത് ചെയ്തു. അതായത് നമ്മളോട് എന്താണോ സിസ്റ്റം പറയുന്നത് ആ സിസ്റ്റത്തിൽ നമ്മൾ നിന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സിസ്റ്റം പറയുന്നത് എന്നുള്ളത് മാക്സിമം പഠിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിക്രൂട്ട്മെന്റ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഒരു വ്യക്തി നമ്മളുടെ കൂടെ കടന്നു വന്ന് 1000 രൂപയോ 500 രൂപയോ ആയിക്കോട്ടെ നമുക്ക് കയ്യിലേക്ക് തരുന്നത്, അവരെ സക്സസ് ആക്കുക എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അത് നമ്മളതാണ്. കാരണം അവര് ഒരു 1000 രൂപയോ 500 രൂപയോ തന്ന് നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ എന്തെങ്കിലും ആവാൻ പറ്റും എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഞാൻ മാത്രം വരുമാനം വാങ്ങി ഞാൻ ഇന്നും പറയും ഞാൻ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ സക്സസ് അല്ല. കാരണം എന്റെ വരുമാനം കൊണ്ട് മാത്രമല്ല ഞാൻ സക്സസ് ആവുന്നത്, എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, റോയൽ ബറ്റാലിയനിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് ടു ഹോം അല്ലെ ബാക്ക് ടു കോളേജ് എന്ന് പറയുന്ന ഒരു ഫീലാണ്. കാരണം നമ്മൾ എവിടെ ഔട്ട് സ്റ്റേഷൻ